രണ്ടാം ലോകമഹായുദ്ധസമയത്ത് ഡെൻമാർക്കിൽ നിലയുറപ്പിച്ച ഒരു ജർമ്മൻ നാവിക അറ്റാച്ച് ആയിരുന്നു ജോർജ് ഫെർഡിനാൻഡ് ഡെക്വിറ്റ്സ്. അദ്ദേഹം നാസി ഗവൺമെന്റിനു വേണ്ടി പ്രവർത്തിച്ചുവെങ്കിലും യഹൂദർക്കെതിരായ അവരുടെ പീഡനത്തെ അദ്ദേഹം എതിർത്തു. 1943 സെപ്റ്റംബർ അവസാനത്തോടെ ഡെൻമാർക്കിലെ ജൂതജനതയെ തടങ്കൽപ്പാളയങ്ങളിലേക്ക് നാടുകടത്താനുള്ള ഒരു രഹസ്യ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി. ഒക്ടോബർ 1 റോഷ് ഹഷാനയുടെ സമയത്ത് ജൂതകുടുംബങ്ങൾ ഒത്തുചേരുന്ന സമയത്ത് നാസികൾക്ക് അവരെ അറസ്റ്റ് ചെയ്യുന്നത് എളുപ്പമാക്കിത്തീർത്തു. സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഡെക്വിറ്റ്സ് സ്വന്തം സർക്കാരിനെതിരെ പോകാനുള്ള ധീരമായ തീരുമാനമെടുത്തു. വരാനിരിക്കുന്ന നാടുകടത്തലിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അദ്ദേഹം ഡാനിഷ് രാഷ്ട്രീയ നേതാക്കളെയും പ്രതിരോധത്തിലെ അംഗങ്ങളെയും രഹസ്യമായി സമീപിച്ചു. ഡാനിഷ് ജനത നാസി നയങ്ങളെ വളരെക്കാലമായി എതിർത്തിരുന്നു. ഈ നിർണായക വിവരങ്ങളോടെ യഹൂദ സമൂഹത്തെ ഒഴിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ അവർ വേഗത്തിൽ സംഘടിപ്പിക്കാൻ തുടങ്ങി. ഡെൻമാർക്കിന് മാത്രം ജൂത പൗരന്മാരെ സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് അറിയാമായിരുന്ന ഡെക്വിറ്റ്സ് അതിലും അപകടകരമായ ഒരു നടപടി സ്വീകരിച്ചു. അദ്ദേഹം നിഷ്പക്ഷ സ്വീഡനിലേക്ക് പോയി പ്രധാനമന്ത്രി പെർ ആൽബിൻ ഹാൻസനുമായി കൂടിക്കാഴ്ച നടത്തി ഡാനിഷ് ജൂത അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. നയതന്ത്ര പ്രത്യാഘാതങ്ങൾ ഭയന്ന് സ്വീഡിഷ് സർക്കാർ ആദ്യം മടിച്ചു. എന്നാൽ ഡെക്വിറ്റ്സിന്റെ നിരന്തര ശ്രമങ്ങൾക്കും അന്താരാഷ്ട്ര സമ്മർദ്ദത്തിനും ശേഷം രക്ഷപ്പെടാൻ കഴിഞ്ഞ എല്ലാ ഡാനിഷ് ജൂതന്മാർക്കും അഭയം നൽകാൻ സ്വീഡൻ സമ്മതിച്ചു. ഈ ഉറപ്പോടെ ഡാനിഷ് പൗരന്മാർ ഉടനെ അണിനിരന്നു. മത്സ്യത്തൊഴിലാളികളും ചെറുത്തുനിൽപ്പ് പോരാളികളും സാധാരണ പൗരന്മാരും ഒരെസണ്ട് കടലിടുക്കിലൂടെ സ്വീഡനിലേക്ക് ജൂതന്മാരെ കടത്താൻ ഒരുമിച്ച് പ്രവർത്തിച്ചു. രാത്രിയുടെ മറവിൽ ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ചു. അതീവ രഹസ്യമായും അടിയന്തരമായും നടത്തിയ ഓപ്പറേഷൻ വിജയമായിരുന്നു. 7200-ലധികം ജൂതന്മാരെയും 700-ഓളം ജൂതേതര ബന്ധുക്കളെയും സുരക്ഷിതമായി സ്വീഡനിലേക്ക് കൊണ്ടുപോയി. നാസികൾ അവരെ പിടികൂടുന്നത് തടഞ്ഞു. കൂടുതൽ വീഡിയോകൾ കാണാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.